ഓക്കെ, സോ അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചിയിലെ റിസപ്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ? എല്ലാവരും കഴിച്ചല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഫംഗ്ഷൻ? ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഇനി ഒരു റിസപ്ഷൻ ട്രിവാൻഡ്രത്ത് കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പം പൊടിയുടെ ആഗ്രഹപ്രകാരവും എൻ്റെ ആഗ്രഹപ്രകാരമുള്ള കുറേ ചടങ്ങുകളുണ്ടായിരുന്നു. അതെല്ലാം ഓരോ ദിവസവും ഭംഗിയായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ ഇന്ന് കണ്ടു. പിന്നെ അധികം സെലിബ്രിറ്റീസിനെ ഒന്നും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളിതൊരു പ്രൈവറ്റ് ഫംഗ്ഷനായിട്ടാണ് നടത്തിയത്. അത് മാത്രമല്ല എന്താ പറയുക, ബിഗ് ബോസ് എന്നാണെങ്കിലും അങ്ങനെ അധികം ആരും ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഫാമിലി ആയിട്ട് നമ്മളെടുത്തൊരു ഡിസിഷനായിരുന്നു. പിന്നെ യഥാർത്ഥത്തിൽ എന്താ പറയുക, നമ്മുടെ വേറെ ഒന്നും അല്ല കേട്ടോ, എൻഗേജ്മെൻറ്റിന് എന്താ പറയുക, അവിടെ വന്ന ഓഡിയൻസിനൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ആക്ച്വലി ഇതേപോലെ നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്തത്, മനസ്സിലായല്ലേ? പക്ഷെ എന്നാൽ ഇന്ന് അത്യാവശ്യം കവറേജ് കിട്ടിയല്ലോ. അപ്പോൾ പോണ സമയത്ത് ടയർഡായിട്ട് ഞാൻ ഇത് ബൈറ്റ് ആയിരുന്നുണ്ട്. അപ്പം എല്ലാവരും ഹാപ്പി ആണല്ലോ, അടിച്ചു പൊളിച്ചല്ലോ. സോഷ്യൽ മീഡിയ ഞാൻ അടുത്ത് നോക്കിയിട്ടില്ല, വീഡിയോസൊക്കെ വന്നോ? ഓക്കെ, സോ ഈ കല്യാണം വിളിക്കാത്തതിൽ അവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ബ്രോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇതൊരു പ്രൈവറ്റ് ഫംഗ്ഷനാണ്. ഇന്ന് അധികം സെലിബ്രിറ്റീസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ആരുമില്ല, സെലിബ്രിറ്റീസ് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ. വലിയ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, ശ്രദ്ധിച്ചില്ലേ? ഒരുപാട് ആൾക്കാരോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരു പ്രൈവറ്റ് ഫംഗ്ഷനായിട്ട് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ആരടുത്തും എനിക്കൊരു വ്യക്തിവൈരാഗ്യമോ അല്ലെങ്കിൽ പ്രശ്നമോ അല്ലെങ്കിൽ ഒന്നുമില്ല. അവരുടെ അടുത്ത് എല്ലാവരുടെയും സ്നേഹം മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും സ്നേഹം, പ്രാർത്ഥന, അനുഗ്രഹവും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ എന്താ പറയാ, ആരും ചോദിച്ചോന്നില്ലല്ലോ ഇങ്ങനെ വിളിക്കാത്തതിൽ ഇങ്ങനെ. ഇതിന്റെ ഇടയിൽ നമ്മൾ വേണ്ടപ്പെട്ട ചില ആൾക്കാരെ വിളിക്കാൻ വിട്ടുപോയി. അതില് ഭയങ്കരമായിട്ട് നമുക്കൊരു വിഷമമുണ്ടായി. ചില ആൾക്കാർ ഭയങ്കര ഹരിബറിയായിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മളൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് വേണ്ടപ്പെട്ട ചില ആൾക്കാരെ വിളിക്കാൻ വിട്ടുപോയതുണ്ടായിരുന്നു. അതിൽ ഭയങ്കര വിഷമമുണ്ട്. അതിന് ഒരു ഫംഗ്ഷൻ മാത്രമേ ബാലൻസ് ഉള്ളൂ. ഒരു കുട്ടി റോബിനെയോ കുട്ടി ആരതിയെയോ കാണാൻ പറ്റുമോ ഇപ്പൊ എടുത്തപ്പോഴൊരു? ഇതാണ് എന്റെ കുട്ടി ആരതി, കുട്ടി റോബിൻ. പോരെ, കണ്ടല്ലോ, മതിയായില്ലേ? ഹണിമൂൺ ആക്ച്വലി 26 രാവിലെ ഞങ്ങൾ പോകാൻ. ഓക്കെ, അസർബൈജാനാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, 2 വർഷത്തേക്ക് അവരിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുക. അപ്പോൾ ഒരു 27 കൺട്രീസ് ഉണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സ് അവരിന്ന് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. മറൈൻ ഡ്രൈവിലുള്ള ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും ആദ്യമായിട്ടാണെന്ന് തോന്നല്ലേ അങ്ങനെ ഒരു സംഭവം. അവർ തന്നെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചപ്പം നമുക്ക് യൂണീക്കായിട്ട് തോന്നി. അവർ തന്നെ കംപ്ലീറ്റ് സ്പോൺസർ, ഫുൾ ട്രാവല്, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം. അപ്പം ഞങ്ങളാണെങ്കിൽ അധികം സ്ഥലങ്ങൾ പോയിട്ടില്ല. അപ്പം കല്യാണം കഴിച്ചിട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം. ദൈവം സഹായിച്ച് നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പം പോകണം, എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ആക്കി എന്തെങ്കിലും ഇടണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് ഡ്രസ്സും പൊടി ചെയ്ത് തന്നെയാണല്ലേ? ഏതാ ഇതോ? ഇത് പൊടി ചെയ്ത ഡ്രസ്സാണ്. എൻ്റെത് SK സൂര്യ, സോറി സൂരജ് SK. ഇവളുടെ ഫ്രണ്ടാണ് സൂരജ് SK. പുള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഷൂട്ട് റിലേറ്റഡ് ആയിട്ട് പോയതാണ്. സോ അതൊക്കെ തന്നെയാണ്. കുറച്ച് കാലം കൂടി ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇതാക്കാനാ പിള്ളേരൊന്നും? ഇല്ല, ആക്ച്വലി സത്യം പറഞ്ഞാൽ പിള്ളേർ പ്ലാനൊക്കെ ഉണ്ട്. അത് ഇനി പ്രഗ്നന്റ് ആകുമ്പോൾ പറയും. അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, എന്തായാലും ആവും. അവര് ചോദിക്കുമ്പോൾ നമുക്ക് പറയാമല്ലോ നമുക്ക് എപ്പം വേണമെന്ന്. അത്രേ ഉള്ളൂ. താങ്ക് യു. നിങ്ങൾ ഹാപ്പി ആണല്ലോ, കൺസിഡർ ചെയ്തല്ലോ, ഇനി പരാതി പറയില്ലല്ലോ, വിഷമമില്ലല്ലോ. ഇതിട്ടേക്കടേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.